Hello, so welcome to my channel on my way with Pooja. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അമ്പലത്തിൽ പോവാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഡൽഹിയിൽ അയ്യപ്പ അമ്പലത്തിൽ പോകാൻ പ്ലാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതിന്ന് നമ്മൾ വൈകിട്ട് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:46 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ത്രെഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഇപ്പോൾ ഒരു പാർലർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ലപോലെ വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ത്രെഡും ചെയ്തു, ഫേഷ്യൽ ഹെയർസും എടുത്തു കേട്ടോ. അത് രണ്ടുമാണ് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ കേട്ടോ, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ പോവാണ്. ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് വേഗം തന്നെ റെഡിയായിട്ട് പോകണം. കാര്യം ഇവിടുന്ന് ഡൽഹി വരെ കുറച്ച് യാത്രയുണ്ട്, ഒരുപാടില്ലെങ്കിലും കുറച്ചുണ്ട്. കാരണം തനുവിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വരുമ്പോൾ ഒരു സമയമാവും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീട്ടിലേക്ക് പോയി റെഡി ആവാൻ തുടങ്ങാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഡൽഹിയിലുള്ള അയ്യപ്പ മന്ദിർ എങ്ങനെയാണ്, അയ്യപ്പ അമ്പലം എങ്ങനെയാണ് ഇരിക്കണേന്നൊക്കെ കാണാം. നമ്മളും ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. സോ വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. വീട്ടിലെത്തിയിട്ട് അതെ ചപ്പാത്തി ഉണ്ടാക്കാൻ നമ്മൾ ഇന്നൊരു പ്ലാൻ ചെയ്തു കേട്ടോ. അതായത് ഇന്ന് ഡിന്നർ പുറത്തുനിന്ന് നമുക്ക് ആക്കണ്ട, നമുക്ക് അങ്ങനെ ഫുഡ് കൊണ്ടുപോകാം. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഇന്ന് ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും സൈഡ് കറിയായിട്ട് ഞാൻ സോയ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച നമുക്ക് വൈകിട്ട് ഡിന്നർ പുറത്തുനിന്ന് ആക്കണ്ട, നമുക്ക് കൊണ്ടുപോയാലോ, ചപ്പാത്തി മാത്രം അന്നേരം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് വന്നിട്ട് ഞാൻ ഉടൻ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് നമ്മുടെ തനിക്കുട്ടി വന്നിട്ട് എന്നെ പിടിച്ച് ഇങ്ങനെ പാൻറ്റേറ്റ് പിടിച്ച് വലിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവളെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് അപ്പം ഞാൻ ക്യാഷ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിന് മുഴുവനെ കൊടുക്കില്ല, അതായത് അതിനെ പകുതിയാക്കിയിട്ട് അവൾക്ക് ഞാനൊരു ബൗളിലാക്കിയിട്ട് കൊടുക്കും. അപ്പോൾ അവളെടുത്ത് കഴിക്കും. ഭയങ്കര ചൂടാട്ടോ ഇവിടെ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്, ഫ്രിഡ്ജിലൊക്കെ വെള്ളം എപ്പോഴും ഞാൻ നിറച്ച് വയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ അയ്യോ ഭയങ്കര ചൂടാണ്, നമുക്കിങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. തനിക്കുട്ടി അതുപോലെ തന്നെയാണ്, ശരിക്കും വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ചപ്പാത്തി പരിപാടിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് അവിടെ മൊത്തം ഞാൻ അങ്ങ് ക്ലീൻ ചെയ്തു. കാരണം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അവിടെ മൊത്തം പൊടിയാവുമല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ ഞാൻ തുടച്ചങ്ങ് കളഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി, അതായത് ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ ഒരു തുണി വെക്കും കേട്ടോ. അതൊക്കെ ഞാൻ കഴുകി പിന്നെയും റീയൂസ് ചെയ്യാനായിട്ട് ഞാൻ അത് കഴുകി ഉണക്കാനായിട്ട് ഞാൻ അവിടെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെന്താ ഇതിലാട്ടോ ഞാൻ കൊണ്ടുപോകുന്നത്. നമ്മുടെ ശ്രീൻ്റെ ലഞ്ച് ബോക്സിലാണ് കൊണ്ടുപോകുന്നത്. അതിൽ ഞാൻ കുറച്ച് ചപ്പാത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് ഞാൻ ഇങ്ങനെ നമ്മൾ ഫോയിൽ പേപ്പറിൽ റോൾ ചെയ്ത് എടുക്കുന്നത് കേട്ടോ. കാരണം അതിൽ മൊത്തം അങ്ങനെ ഇരിക്കില്ല. ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് കിച്ചണത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. തനുക്കുട്ടിക്ക് ഞാനിവിടെ പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കണ്ടിരുന്നോളും. കുളിപ്പിച്ചെല്ലാം റെഡിയാക്കി ഇരുത്തേക്കാണ്. ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടില്ല. ഇതാണ് ഞാൻ എന്നിട്ട് ഇത് ശരിക്കും തനിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് മേടിച്ച ഒരു സ്കേർട്ടും ടോപ്പും കേട്ടോ. അതിൻ്റെ സ്കേർട്ട് എടുത്തിട്ട് ഞാൻ ടോപ്പ് ചേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. ശ്രീ വന്നിട്ട് പറയുകയാണ് ക്യാമറ ഓൺ ആണെന്നുള്ള കാര്യം അറിയില്ല. ഇതിന് മുന്നേ ഇതുപോലെ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ഇത് പോസ്റ്റ് ചെയ്യും, പറ്റത്തില്ല, ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ല ഞാൻ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇത്. ശരിക്കും ഇത് ബ്ലൗസ് വന്നിട്ട് നമ്മുടെ സാരിയുടെ ബ്ലൗസാട്ടോ. അതിനെ നമുക്ക് സാരി ബ്ലൗസായിട്ട് യൂസ് ചെയ്യും, സ്കേർട്ടിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ വലിയ വൃത്തികേടൊന്നും അറിയാൻ പറ്റത്തില്ല, നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ മുടിയൊക്കെ ഞാനൊന്ന് ഒതുക്കി എല്ലാം കെട്ടിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മോയ്സ്ചറൈസർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊക്കെ നല്ല വൃത്തിയായിട്ട് ഞാൻ നെറ്റിയിലും ഫേസിലും ഒക്കെ ഞാൻ എനിക്ക് നന്നായിട്ട് അവർ ഫേഷ്യൽ ഹെയർ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ ഞാൻ ഐ മേക്കപ്പിൽ നിന്ന് തുടങ്ങും കേട്ടോ. ഞാൻ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ ലൈറ്റ് ഷെയ്ഡാട്ടോ യൂസ് ചെയ്യുന്നത്. ആ ഒരു ബേസ് ഷെയ്ഡ് ഉണ്ടല്ലോ, അത് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് ഞാൻ വേറെ ഗ്ലിറ്ററോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അതേ ഞാൻ നമ്മുടെ കാജലിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡോറ് താനെ തുറക്കുന്നു, താനെ അടയുന്നു. അത് നമ്മുടെ തനിക്കുട്ടിയുടെ പരിപാടി. ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോയിൽ കാണും കേട്ടോ. എന്നിട്ട് വാട്ടർ ലൈനിലും കൂടെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയോ, അതൊക്കെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് അങ്ങ് വിടുക കേട്ടോ. ഫുൾ താഴത്തെയും മേലത്തെയും എല്ലാം കൂടെ അങ്ങ് സ്മഡ്ജ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് അങ്ങ് വിടുവാണ്. എന്നിട്ട് ഞാൻ പാക്കിൻ്റെ ഫൗണ്ടേഷൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് അണ്ടർ ഐയിലും പിന്നെ ലിപ്പിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഞാൻ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വിടുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഫേവറേറ്റ് പാർട്ടാണ്, എനിക്ക് മസ്കാര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഐബ്രോ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് ബ്രഷ് ചെയ്ത് വിട്ടു. ഞാൻ മൂക്കിലും ചീക്കിലും മൂക്കിലും ലിപ്പിൻ്റെ താഴെയൊക്കെ ആയിട്ട് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ലിപ്പ് ലൈൻ ചെയ്തിട്ട് അതും ഞാൻ സ്മഡ്ജ് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. താഴെ വരച്ചത് മുകളിലേക്കും മുകളിൽ വെച്ച് താഴോട്ടും അങ്ങനെ. എന്നിട്ട് മേബിലൈൻ്റെ ലിപ്സ്റ്റിക് ആട്ടോ ഞാൻ യൂസ് ചെയ്യണം. എന്നിട്ട് അത് കൈ വെച്ചിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് ലാസ്റ്റ് ഞാൻ ലിപ്പ് ലൈൻ ഇങ്ങനെ ലിപ്പ് ലൈൻ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട ശേഷം ലാസ്റ്റ് ഇങ്ങനെ ലിപ്പ് ലൈൻ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് മൂക്കിൻ്റെ താഴെ ഉണ്ടല്ലോ അതങ്ങോട്ട് ഞാൻ അങ്ങനെ സ്വൈപ്പ് ചെയ്ത് അങ്ങ് വിടും കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ ലിപ്പ് ഇങ്ങനെ വരച്ചതുപോലെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ഹെയർ സ്റ്റൈല് നമ്മുടെ തനിക്കുട്ടി വന്നിട്ട് ഇതേ എൻ്റെ സ്റ്റാൻഡ് പിടിച്ച് കുലുക്കിയതാ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവളുടെ പരിപാടിയുണ്ട്. ഹെയർ സ്റ്റൈൽ ഇത് നമ്മുടെ സിമ്പിൾ ഹെയർ സ്റ്റൈലാണ്. ഞാനിങ്ങനെ സാരിയിലൂടെയൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നൊരു ഹെയർ സ്റ്റൈലാണ്. ഇങ്ങനെ ട്വിസ്റ്റിങ് 2 സൈഡിൽ ട്വിസ്റ്റിങ് വരിക. ഇന്ന് ഞാൻ നടുക്കുന്ന കേട്ടോ വകുപ്പ് എടുത്തിരിക്കുന്നത്. ഞാൻ ചിലപ്പോൾ സൈഡിൽ നിന്ന് എടുക്കാറുണ്ട്. നേരെയുള്ള മൂഡ് പോലെ കേട്ടോ. എന്നിട്ട് ഇത് എൻ്റെ ബേബി ഹെയർ ഒക്കെ ഞാനിങ്ങനെ കോമ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു പൊട്ട് വെച്ച് കൊടുത്തു. ഇതേ ഒരു 3 ലെയർ ഒരു സിൽവർ ജ്വല്ലറി ഇയറിങ് ഇട്ടെടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നല്ല രസമാട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തനുക്കുട്ടീനെ ഇച്ചിരി പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവൾക്ക് ഞാൻ മുടി കെട്ടി കൊടുക്കാനായിട്ട്. ഈ മുടി കെട്ടാനൊക്കെ നല്ല പാടാണ്. എന്തെങ്കിലും ഒരു സാധനം ഞാൻ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് അവൾക്ക് കയ്യിൽ കൊടുക്കും. ഇപ്പോൾ അത് എന്തോ അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അവൾക്ക് എൻ്റെ മേക്കപ്പ് ബോക്സിൽ നിന്ന് എന്തൊക്കെയോ സാധനം വേണം. അപ്പോൾ ഞാൻ മസ്കാര എടുത്ത് കൊടുത്തു. അന്നൊരിക്കൽ ഞാൻ അവളിതുപോലെ ലിപ് ബാം കൊണ്ട് എടുത്തിട്ടാട്ടോ ലിപ് ബാമിൻ്റെ ഉള്ളിൽ ഒരു ക്യാപ്പ് എന്തോ ഞാൻ ഞെക്കി വെച്ചു. കണ്ടു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അങ്ങനത്തെ അവസ്ഥയിലിരിക്കുവാണ്. ലാസ്റ്റ് അവൾക്ക് ഞാൻ ഒരു പൊട്ട് വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഹലോ, അപ്പോൾ നമ്മളിത് ഓൺ ദ വേ ആണ് അല്ലേ ടു അയ്യപ്പ ടെമ്പിൾ. ഇത് ഡൽഹിയിലാട്ടോ. എവിടെ സ്ഥലം അറിയോ? ഡൽഹിയിൽ എവിടെയാണെന്ന് അറിയൂ? അത് ഞാൻ കൊടുത്തേക്കാട്ടോ എവിടെയാണെന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അവിടെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കും കാണാം. ഉള്ളിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കും എന്നുള്ളവർ അറിഞ്ഞൂടല്ലേ? സമ്മതിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് പെട്രോൾ അടിക്കാനായിട്ട് നമ്മുടെ പെട്രോൾ അടിക്കാനായിട്ട് ഇതേ പെട്രോൾ പമ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ കാണുന്ന ബാക്കിലാട്ടോ നമ്മുടെ അപ്പാർട്ട്മെന്റ് ഉള്ളത്. തനുക്കുട്ടി ഇതേ ഇവിടെ ക്ലാപ്പ് ഒക്കെ ചെയ്തിരിപ്പുണ്ട്. തനു തനു തനുക്കുട്ടി ഇതേ ഇവിടെ ക്ലാപ്പ് ഒക്കെ ചെയ്തിരിപ്പുണ്ട് അല്ലേ തനു? ഹായ് ഹായ് പറ, ഹായ് പറയടാ, ഹായ് പറ. കുട്ടിക്ക് ഇതേ ഞാൻ ഈ ഒരു വേഫർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ കട്ടായി പോയി. ഇതിന് പുതിയ പാക്കറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ശ്രീ UK കൊണ്ട് കൊണ്ടുവന്ന കേട്ടോ. തനുക്കുട്ടിക്ക് കുറച്ച് സ്നാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം പോയപ്പോഴും തനുക്കുട്ടിക്ക് സ്നാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഈ വേഫേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ഇത് കിഡ്ലീഷ്യസ് എന്ന് പറഞ്ഞിട്ട് എന്തോ സ്ട്രോബെറി ഫ്ലേവർ വേഫേഴ്സ് ആണ് കേട്ടോ. വേഫറാണ്, മധുരമൊന്നുമില്ല, പ്ലെയിൻ ടേസ്റ്റ് ആണ്. പക്ഷെ നമ്മുടെ വേഫറിന്റെ അതേ ടെക്സ്ചറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷെ കൊള്ളാം. പിള്ളേരെ ഒന്ന് അടക്കി ഇരുത്താനൊക്കെ ഈ സാധനം നല്ലതാട്ടോ. ഇത് തനിക്കുട്ടി ടെററായി തുടങ്ങി. ഇതിന് വേണ്ടിയിട്ടാട്ടോ ബഹളം വെച്ചത്. ഇപ്പോ നന്നായിട്ട് ചെയ്തു. ത്രെഡിങ് നന്നായിട്ട് ചെയ്തു. ഇവിടെയൊക്കെ നന്നായിട്ട് വെള്ളപ്പൊക്കം 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 വെള്ളപ്പൊക്കം. അയ്യോ, എന്റെ കമ്മൽ ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ശ്രീ ഇതെവിടുന്ന് വാങ്ങിച്ചതറിയോ? നമ്മുടെ അന്ന് സോനയൊക്കെ പോയ മസൂരി പോയ സമയത്ത് മേടിച്ച കമ്മലാട്ടോ. നല്ല ഭംഗിയുണ്ട്.
ഒരു ഒരു മാലയും ഒരു കമ്മലും കൂടെ ഞാൻ എടുക്കാം. നല്ല നല്ല രസമുണ്ട്. നമുക്ക് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ അമ്പലത്തിൽ എത്തിയ ശേഷമായിരിക്കും കേട്ടോ. വാ വാ വാ. മൂന്ന് പ്രതിഷ്ഠയേ ഉള്ളൂ അല്ലേ? അയ്യപ്പനുണ്ട്, പിന്നെ ദേവിയുണ്ട്, നാഗരുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ അമ്പലം അല്ലേ? അനുക്കുട്ടി ഇവിടെ ഓടി വെക്കണം. അവിടെയാ ഇവിടെ ഇരിക്കുന്ന കേട്ടോ, നമ്മുടെ നാഗരിരിക്കുന്ന അവിടെ. ഇത് സ്റ്റേജ് ആണോ ശ്രീവരുടെ? എന്തോ ഉത്സവം ഉണ്ടായിരുന്നു തോന്നല്ലേ? അതെ, കൗണ്ടർ അവിടെ കേട്ടോ, ഇവിടെയാണ് കൗണ്ടർ.
വാ 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 തനു. ഗൈസ്, അങ്ങനെ ദേ നമ്മള് അയ്യപ്പ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ടൊക്കെ ഇറങ്ങി കേട്ടോ. നല്ല അമ്പലം കേട്ടോ, നല്ല രസമുണ്ട്. ഇറങ്ങാനെത്താണ് ഇപ്പൊ നമ്മള് ചുറ്റമ്പലത്തിനൊക്കെ വിളക്ക് കത്തിക്കുകയൊക്കെ ചെയ്തല്ലേ, നല്ലായിരുന്നു. നല്ല നല്ല അമ്പലം കേട്ടോ. ഇത് KV സ്കൂൾ കേട്ടോ. ഇതിന്റെ KV സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ അമ്പലം. നല്ല അമ്പലം. അവർക്ക് വലിയ സ്റ്റേജും ഒക്കെ ഉണ്ട്, പുറകെ തന്നെ എല്ലാം ഉണ്ട്. നല്ലതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു 3 പ്രതിഷ്ഠയും കണ്ടേ ഉള്ളൂ. ഒരു ഭദ്രകാളിയുണ്ട്, ഒരു നാഗരുണ്ട്, പിന്നെ അയ്യപ്പ. ഇതേ നമ്മൾ അവിടുന്ന് തൊഴുതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങോട്ടാ പോണേ? ഡൽഹിയിലുള്ള ആംബിയൻസ് മോളിലാണോ പോകുന്നത്? നല്ല ഇവിടെ ശ്രീ സെയിം തന്നെ ആയിരിക്കും ഗുരുഗ്രാമിലുള്ള വലിയതാ. ഇതിന്റെ അടുത്തൊക്കെ ഒരുപാട് മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തള്ളി മാർക്കറ്റ്. നെനിക്കുട്ടി ഇരിക്കുന്നുണ്ടോ? നെനിക്കുട്ടി അവിടെ ചലമ്പൊക്കെ കാണിച്ചു. അവൾക്ക് ഇവിടെ ഇറങ്ങണം, താഴെ ഇറങ്ങണം, അവിടെ കിടന്ന് ഓടണം. കുറച്ചൊക്കെ അങ്ങനെ വിട്ടു. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അകത്ത് തന്നെ അമ്പലത്തിന്റെ ഉള്ളിൽ തന്നെ ഉള്ളിങ്ങനെ എപ്പോഴും ഓടിക്കൊണ്ട് അകത്ത് കയറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയായിരുന്നു. നല്ല ബ്ലോക്ക് ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ആംബിയൻസ് മോളിലേക്ക് പോവാണ്. ഡൽഹിയിലുള്ള വസന്ത് കുഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താട്ടോ ഈ മോളുള്ളത്. ഞാൻ ഇപ്പോൾ ഇത് സൂം ചെയ്ത് കാണിക്കുന്നില്ല. ആ സ്റ്റോർ കണ്ടായിരുന്നു. അവിടെ വന്നിട്ട് നമ്മുടെ ഇതുപോലെ നമ്മുടെ ഗുരുഗ്രാമിലുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് പൂജാമുറി ഇങ്ങനെ നമ്മുടെ നാട്ടിലൂടെ ചെയ്യിപ്പിച്ച് തരും. അല്ലാണ്ട് റെഡിമെയ്ഡ് ആയിട്ടും കിട്ടും കേട്ടോ. അതിലിങ്ങനെ വൈറ്റ് കളർ വരുന്ന മന്ദിരം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഞാനിങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് കൊച്ചിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇതുപോലെ നമ്മുടെ ഫ്ലാറ്റിനുള്ളിൽ ഇതുപോലെ എന്താ ചെയ്യിപ്പിച്ച് വെക്കണം. ഒരു ചെറിയ രീതിയിലുള്ള ഒരു വൈറ്റ് കളർ മന്ദിരം ചെയ്യിപ്പിച്ച് വെക്കണം. ഇച്ചിരി പണിയാൻ തോന്നുന്നു വൃത്തിയാക്കി സൂക്ഷിക്കാനൊക്കെ. പക്ഷെ അത് മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഇതാണ് ഡൽഹിയിലുള്ള വൺ സൈഡ് ഓഫ് ആംബിയൻസ് മോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ ആംബിയൻസ് മോൾ ഭയങ്കര വലുതായിരുന്നു കേട്ടോ. ഇതിൽ ഒരു ഏരിയയിലാട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഫുൾ കോസ്റ്റ്ലി ഐറ്റംസ് മാത്രമേ കിട്ടത്തുള്ളൂ. ഫുൾ പ്രീമിയം ഐറ്റംസ് ആട്ടോ. അതായത് അധികം ഫുഡ് ഔട്ട്ലെറ്റ്സും ഒന്നും നമ്മൾ കണ്ടില്ല. ഈ മോളിൻ്റെ സെൻട്രലായിട്ട് തന്നെ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. ബാക്കി എല്ലാം അടിപൊളി ബ്രാൻഡഡ് ഐറ്റംസൊക്കെ കിട്ടുന്ന
സ്ഥലമാട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ബാക്കി മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത തവണ ഫുൾ സമാധാനമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ വരാം. കാരണം തനുക്കുട്ടി ഇവിടെ അധികം നേരമൊന്നും നിൽക്കാൻ സമ്മതിച്ചില്ല. അവൾ സ്റ്റോറിലേക്ക് ഓടിപ്പോവും, പിന്നെ ഞാൻ അവളെ അവിടെ നിന്ന് എടുത്തിട്ട് വരണം, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ ശ്രീ ഇങ്ങനെ ഇവിടുത്തെ ഓരോ ബ്രാൻഡ്സിനെ കണ്ടിട്ട് ഇങ്ങനെ നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു കേട്ടോ. നമ്മളൊരു ബർബറി ബ്രാൻഡിൻ്റെ സ്റ്റോർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നാട്ടിൽ നോക്കിയ സമയത്ത് അന്നേരം ആ ബർബറിയുടെ സ്റ്റോറൊന്നും നാട്ടിലുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിനെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ വരുമായിരുന്നു. ഓരോ ബ്രാൻഡ് കാണുമ്പോൾ ഓരോ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് വരും കേട്ടോ. തനിക്കുട്ടീനെ ഞാൻ ഒരു സ്റ്റോറിലേക്ക് കയറിയപ്പോൾ ഞാൻ പിടിച്ചെടുത്തിട്ട് വരുന്ന അവളുടെ കൈയൊക്കെ തള്ളി മാറ്റിയിട്ട് അവളിങ്ങനെ നടക്കുക കേട്ടോ. ഇങ്ങനെ അവിടെ പോയി എത്തി നോക്കുന്നു. പറ്റിപ്പോയത് എന്താണെന്ന് വെച്ചാൽ തനിക്കുട്ടിയുടെ സ്ട്രോളർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതെടുക്കാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അടുത്തവണ അതൊക്കെ എടുത്തിട്ട് ഇവിടെ മുകളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വരാം കേട്ടോ, അല്ലെങ്കിൽ നടക്കില്ല. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും കേട്ടോ, അതേ ലൂയി വിറ്റോണിൻ്റെ സ്റ്റോറിൽ കയറാനായിട്ടുള്ള തിരക്കാട്ടോ. കണ്ടോ, ഞാനും ശ്രീ അത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എല്ലാ സ്റ്റോഴ്സും ക്ലോസ് ചെയ്തും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വന്ന ടൈമിങ്ങും അങ്ങോട്ട് അത്ര ശരിയായില്ല. നമുക്കിനി മോള് മാത്രം ഫോക്കസ് ചെയ്ത് ഒരു തവണ ഇങ്ങോട്ട് വരാം കേട്ടോ. ബ്രൈഡൽ വെയർസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്കും ഇതൊക്കെ ലക്ഷങ്ങളായിരിക്കും തോന്നുന്നത്, അങ്ങനെയാണ് കണ്ടിട്ട് തോന്നുന്നത്. എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ തനിക്കുട്ടിക്ക് രാത്രിയുള്ള ഡിന്നർ കൊടുക്കുകയാണ്. പാസ്ത ആയിട്ടോ ഞാൻ കൊടുക്കുന്നത്. നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയ ഫുഡ് വേസ്റ്റ് ആയിട്ടുള്ള എനിക്ക് ശരിക്കും വിശക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി കഴിക്കാം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു കേട്ടോ. ഒട്ടുമേ വിശപ്പുണ്ടായിരുന്നു. അപ്പം അന്നേരം ഞാൻ വിചാരിച്ചു, എല്ലാം പാക്ക് ചെയ്ത് കെട്ടിപ്പറക്കി പോയപ്പോഴേ ഞാൻ വിചാരിച്ചു നമുക്കൊന്നും കഴിക്കാനും പറ്റൂല എന്നുള്ളത്. അങ്ങനെയാണല്ലോ സാധാരണ, ഇതൊന്നും കൊണ്ടുപോയിരിക്കുമ്പോൾ ഭയങ്കര വിശപ്പാണ്. എന്നിട്ട് നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് എത്തി കേട്ടോ. അതേ കാണുന്ന നമ്മുടെ ഫ്ലാറ്റ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതേ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പുണ്ട്. അപ്പം നമ്മൾക്ക് പഴം വേണം. തനിക്കുട്ടിക്ക് പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പഴവും മേടിക്കണമായിരുന്നു. നല്ല മാങ്ങ സീസണാണല്ലോ, അപ്പോൾ നല്ല മാങ്ങയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് നമ്മളതേ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഫുഡ് എടുത്തോണ്ട് പോയത് വേസ്റ്റായി പോയി ഗൈസ്. നമുക്ക് വിശപ്പേ ഇല്ല. വീട്ടിൽ പോയിട്ട് കഴിക്കാം. എനിക്ക് വിശക്കുന്നില്ല, ശ്രീക്ക് പിന്നെ വിശക്കുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ പഴം മേടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. പഴവും മേടിച്ചു, മാങ്ങയും മേടിച്ചു. അയ്യോ, കുണുങ്ങി വന്നാട്ടെ. വള്ളക്കിളിക്കണ കുഞ്ഞോളെ, ചിരി പൊടിക്കണ കുഞ്ഞോളെ, വഴിയഴികില്ല പൂത്തിരിക്കണ കുഞ്ഞാരെ. നിൽക്കണ നേരത്ത് അടുത്ത് വന്ന പിള്ളേരാണ് അവനടിക്കുന്നതാണ്. നേരം ഇരമാനിനേക്കാൾ നീളമുള്ള കണ്ണി. ചിക്കൻ ബനാന ബനാന ചിക്കൻ ബനാന ചിക്കൻ ബനാന ചിക്കൻ ബനാന ബനാന. ഓക്കെ ഗൈസ്, അപ്പോ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടാവും വിചാരിക്കുന്നു. അമ്പലമൊക്കെ ഇഷ്ടാവും വിചാരിക്കുന്നു. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല. അപ്പൊ അതുവരെയ്ക്കും ബൈ 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 പറ. ബൈ.